ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ലഡു ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഞാൻ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ ഇതിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇത് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ നോർമലായിട്ടുള്ള പച്ചവെള്ളമാണ്. ഇതിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസും ആയി പോകരുത്, ഒരുപാട് തിക്കും ആയി പോകരുത്. ഇതിലേക്ക് കളറിന് വേണ്ടി ഞാൻ ഒരു പിഞ്ച് അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് യെല്ലോ കളർ ഇല്ലായിരുന്നു. നിങ്ങളുടെ അടുത്ത് യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പം മഞ്ഞൾപ്പൊടി കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതിനുവേണ്ടി ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കണേ. ഇതിലെ കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണേ. ദോശയുടെ ബാറ്ററൊക്കെ നമ്മൾ തയ്യാറാക്കത്തില്ലേ, അതുപോലെ കൂടുതൽ ലൂസും ആകരുത്, കൂടുതൽ തിക്കും ആകരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പാക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കൂടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ ചുറ്റിച്ച് വേണം എടുക്കാൻ. ഇത് ഒരുപാടൊന്നും മൂത്ത് പോകരുത്, ചെറിയ രീതിയിലൊന്നായാൽ മതി. ഇതെടുത്ത് മാറ്റുവാണ്. ലഡുവിനുള്ള ബൂന്തിയെല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഈ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. കാഷ്യൂ മുന്തിരിയൊക്കെ ഓപ്ഷനിലാണ്. ഇനി ഇതിനാവശ്യത്തിലുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. ഈ കപ്പിന് 3/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഈ കപ്പിന് 3/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റാക്കി എടുക്കാമേ. ഇത് എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇത് പഞ്ചസാര നൂൽ പരുവത്തിലൊന്നും ആക്കണ്ട കേട്ടോ. ഇത് മെൽറ്റായിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബൂന്തി ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ മുന്തിരി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഈ പഞ്ചസാര പാനി എല്ലാം നന്നായി വറ്റി
ഈ ബൂന്തിയിൽ പിടിച്ചു കഴിയുമ്പം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാമേ. ഇത് മതിയെ, ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കാമേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ചെറിയ ചൂടോട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത്. ഡ്രൈ ആക്കിയാൽ പിന്നെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ആദ്യം ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് പിടിക്കണേ. ഇത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവുകയുള്ളൂ. ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇത് പഞ്ചസാരപ്പാനി ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത്. ഇത് കുറച്ചൊരു ലൂസായിട്ട് കിടക്കണം, എന്നാലേ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റായിട്ടില്ല കേട്ടോ. ഒരു 3-4 മണിക്കൂർ വേണം ഇതൊന്ന് സെറ്റ് ആവാൻ. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.